പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആസ്ട്രോടോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇത് ആപ്ലിക്കേഷനോ ആ ഒരു പ്രത്യേക സംഭവത്തിനോ എതിരല്ല. എല്ലാ സംഭവം പോലെ തന്നെ ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ആസ്ട്രോളജി. അതൊരു കമ്പനി അതിനൊരു ആപ്ലിക്കേഷൻ രൂപത്തിലാക്കി എന്ന് മാത്രം. ആസ്ട്രോളജി വിശ്വസിക്കുന്നവരുണ്ട്, അതിനെ എതിർക്കുന്നവരുണ്ട്, ഇതൊന്നിനും ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ ആസ്ട്രോളജി എന്ന് പറയുന്ന സംഭവത്തെ മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യുന്ന, അത് മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്യുന്ന നിത്യജീവിതത്തിൽ ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ആസ്ട്രോളജി മിത്താണോ ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ചൊന്നല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഒരു സംഭവങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ചില സംഭവങ്ങളെ ആഹ്, ഒരു സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾ, അതായത് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള മനുഷ്യർ. ഞാൻ പറയാൻ കാരണം ഈ ആസ്ട്രോടോക്ക് എന്ന് പറയുന്ന ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ ഇപ്പൊ അടുത്ത് കുറച്ച് നടിമാർ അതിന്റെ അഡ്വർടൈസ്മെന്റിൽ അഭിനയിക്കുകയുണ്ടായി. ഈ സിനിമ എന്ന് പറയുന്നത് ലാർജർ ദാൻ ലൈഫ് ഒരു സംഭവമാണ്. ശരിക്ക് സിനിമാ നടന്മാര് പറയുമ്പോൾ അതിനെ വലിയ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു ഒരു വലിയ വിഭാഗം, എല്ലാവരെയുമല്ല ഞാൻ പറയുന്നത്, വലിയ വിഭാഗം ആളുകള് ഇത് വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ വലിയ ഗൗരവത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോ ഈ സിനിമാ നടിമാര് അല്ലെങ്കിൽ നടന്മാര് ഒരു ഒരു പരസ്യമോ മറ്റെന്തെങ്കിലുമൊക്കെ സമൂഹത്തിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ഇമ്പാക്ട് സൊസൈറ്റിയിൽ ഉണ്ടാവും. സ്വാഭാവികമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരുപാട് ഈ ആസ്ട്രോ ടോക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് കാണുകയുണ്ടായി. അതായത് അതിനെ എതിർത്തും അനുകൂലിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ്. അതിൽ പലരും ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ നടിമാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം. മറ്റൊന്നും കൊണ്ടുമല്ല. കാരണം ഇത് വലിയ വിഭാഗം ആളുകൾ ഇതെന്തിന് അക്സെപ്റ്റ് ചെയ്യും. പലരും ഒന്ന് ട്രൈ ചെയ്യും. കാരണം ഒരു പ്രതിസന്ധിയിലോ പ്രശ്നത്തിലോ നിൽക്കുന്ന മനുഷ്യനെ സ്വാഭാവികമായിട്ട് അവന്റെ മുന്നിൽ വരുന്ന എല്ലാം അവനൊരു കച്ചിത്തുരുമ്പാണ്. അവന് ഒരുപക്ഷെ ഈ ആസ്ട്രോടോക്കിൽ പോയി ചോദിക്കുന്ന സംഭവങ്ങള്, ഉണ്ണി വ്ളോഗ്സ് എന്ന വ്ളോഗ്സിൽ വീഡിയോ ഞാൻ കാണുന്നുണ്ടായി. അതിനകത്ത് അദ്ദേഹം പ്രത്യേകം പറയുന്നത്, അത് സാധാ ഒരു വീഡിയോ അല്ല. അയാൾ ചെയ്തിരിക്കുന്ന വീഡിയോ ഇതിലൂടെ ഇതിനകത്ത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഈ സംഭവം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന നല്ലൊരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ആരെ സമയം ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ആയിട്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഇത് പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ എല്ലാം ഓരോരുത്തർ വ്യക്തികളുടെ ചോയ്സ് ആണ്. അതായത് ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കാം, പ്രൊമോട്ട് ചെയ്യാം. അതൊക്കെ വ്യക്തികളുടെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷെ ഒരു സോഷ്യൽ അനിമൽ എന്നുള്ള രീതിയിൽ, സൊസൈറ്റിയിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സൊസൈറ്റിയോട് കുറച്ച് എന്താ പറയുക, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ആസ് എ ഹ്യൂമൻ ബീങ്. അതുകൂടി നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇപ്പൊ ഈ ആസ്ട്രോടോക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പിലോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ സ്ട്രെയിറ്റ് അവേ നേരെ ഇതിലോട്ട് വരും. ഇതിനകത്ത് വരുമ്പോൾ ഇതിനകത്ത് പണം ഒരു വലിയ ഫാക്ടറാണ്. എല്ലാ ബിസിനസ്സും ബേസിക്കലി പണവുമായി ബന്ധപ്പെടാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ജനങ്ങളുമായി നേരെ ചേർന്ന് നിൽക്കുന്ന സംഭവമാണ്. അവരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന, അവരുടെ ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ബിസിനസ് കൂടിയാണിത്. അത് ഇങ്ങനത്തെ നടിമാരെ കൂടി വന്ന് പ്രൊമോട്ട് ചെയ്യുക കൂടി ചെയ്യുമ്പോൾ അതുകൂടി അതിന്റെ ഒരു ഇമ്പാക്ടിന്റെ സ്കെയിൽ എപ്പോഴും വളരെ വലുതായിരിക്കും. അപ്പൊ അത് പലരും ഇതിനകത്ത് പൈസ പോകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. അതായത് കണ്ടിന്യൂ ആയിട്ട് ഇത് ഉപയോഗിക്കുകയും ഡേ ടു ഡേ പ്രശ്നങ്ങൾ ഇതിനകത്ത് പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഏഹ് ഒരുപാട് പ്രശ്നത്തിലേക്ക് വീണ്ടും വീണ്ടും പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇതൊരു തരം AI ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. സോ അതപ്പോൾ അതിന്റെ റെസ്പോൺസും അങ്ങനെ ആയിരിക്കണം. ഞാൻ ഈ ആപ്ലിക്കേഷനെതിരായിട്ടോ ഈ ബിസിനസ്സിനെതിരായിട്ടോ സംസാരിക്കുകയല്ല. ഞാൻ പറയുന്നത്, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ടെക്നോളജി വലിയ രീതിയിൽ ഒരു ഒരു സുനാമി പോലെ ഫ്ലഡ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ഇത് ഉപയോഗിക്കാൻ എത്രമാത്രം പ്രാപ്തരാണ് എന്നുള്ള ഈ ഒരു ബ്ലോയില് നമ്മൾ എന്തുമാത്രം സർവൈവിങ് ആണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനെ മനസ്സിലാക്കുന്ന വലിയ വിഭാഗം ആളുകളുണ്ട്. ഇത് പൈസ പോകുന്ന ഒരു സൈഡാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇത് ഒരു റിയൽ ആണെന്ന് വിശ്വസിക്കുന്ന, ഈ നടിമാർ കൂടി വരുമ്പോൾ ഇത് റിയൽ ആണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. പക്ഷെ മാത്രമല്ല, ഇതിനകത്ത് പലരും പൈസ വലിയ രീതിയിൽ പോകും. പൈസയുടെ ഫാക്ടർ മാറ്റി, സാമ്പത്തികമായിട്ടുള്ള ഫാക്ടർ മാറ്റി വെച്ചാൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വളരെ ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവം എപ്പോഴും വർക്ക് ചെയ്യുന്നത്
നമ്മുടെ പ്രോംപ്റ്റുകളോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളോ ബേസ്ഡ് ആയിരിക്കും. പക്ഷേ അപ്പൊ ഇവിടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ റോങ് ആയിട്ടുള്ള ഇൻപുട്ടും നമ്മളെ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെ ഷെഡ് ചെയ്യുമ്പോൾ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് റെസ്പോൺസ് ആയിരിക്കും അവർ തരുന്നുണ്ടാവുക. പലപ്പോഴും പലർക്കും വേണ്ടത് ഒരു സൈക്കോളജിസ്റ്റിന്റെ സമയത്ത് ഇതൊരു സൈക്കോളജിസ്റ്റിന്റെ അസിസ്റ്റിന്റെ ഒരു പൊസിഷൻ ഈ ബേസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ആസ്ട്രോളജിക്കൽ ടോക്ക് പോലത്തെ ആപ്ലിക്കേഷൻസിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കും. ഇതിനകത്ത് എപ്പോഴും ഒരു ബിസിനസ് ഓറിയന്റഡ് സംഭവമായതിനെ കൊണ്ട് തന്നെ ഇവരെ സ്വാഭാവികമായിട്ടും ബിസിനസ് രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ആളുകൾ ഉപയോഗിക്കാനും വേണ്ടി, കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആപ്ലിക്കേഷനിൽ പേയ്മെന്റ് ടൈമിനാണ്. 1/2 hour, 10 minutes, 5 minutes, അതായത് നമ്മൾ വലിയൊരു എമൗണ്ട് വാലറ്റിലേക്ക് ആഡ് ചെയ്യും, ആ വാലറ്റിൽ നിന്ന് ആ ടൈമിന് പ്രൊപ്പോർഷൻ ആയിട്ട് അവർ ആ പൈസ എടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഫണ്ട് വലിയൊരു സംഭവമാണ്. മാത്രമല്ല പൈസയുടെ കീപ് ദിസ് ഫിനാൻഷ്യൽ സൈഡ് സെറ്റ് അസൈഡ് ചെയ്ത് വെച്ചായിരുന്നാലും സൈക്കോളജിക്കലായിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പലരും ഇതിനകത്ത് പ്രശ്നം പറയുന്നത് റോങ് ആയിട്ട് വല്ല ഔട്ട്പുട്ട് തരികയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ത്രൂ ഔട്ട് ലൈഫിനെ ബാധിക്കുകയും ചെയ്യും. ഈ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ മാത്രമല്ല, മാർക്കറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആപ്ലിക്കേഷൻസുകളുണ്ട്. അപ്പോൾ ആസ് എ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു ഫെലോ ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിൽ എനിക്ക് സൊസൈറ്റിയോട് പറയാനുള്ളത്, ഇങ്ങനത്തെ ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിച്ചോളൂ. സ്വാഭാവികമായിട്ട് ഉപയോഗിച്ചു സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇതിനകത്ത് വളരെ ഈ സിനിമാ നടിമാർ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെ റിയൽ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ 100% ആണ് ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നത് വളരെ തെറ്റാണ്. കാരണം ആ രീതിയിലേക്ക് ഒരു ഔട്ട്പുട്ട് ഇത് തരാൻ കഴിയില്ല. അപ്പോൾ ഇത് ഒരു പക്ഷേ സൈക്കോളജിക്കലി നമ്മളെല്ലാവരെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഇതിന്റെ പിന്നാലെ പോകുന്നവരൊക്കെ. ഇതിനകത്ത് ഉപയോഗിക്കുന്നവരെയും പ്രായോഗികമായിട്ട് പ്രശ്നങ്ങൾ പഠിച്ച് ഉപയോഗിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സാധാരണക്കാരായ മനുഷ്യരെ ഇത് വലിയ രീതിയിൽ ബാധിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ. നമ്മൾ മുൻപ് കുറെ ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ ഈ ന്യൂസ് കണ്ടിട്ടുണ്ട് നമ്മൾ. ആപ്ലിക്കേഷൻ ഗെയിമിംഗ്, ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ബാങ്കിങ് ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് ബന്ധപ്പെട്ടതും നമ്മുടെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ വരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സംവിധാനങ്ങളാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് AI ബേസ്ഡ് ഒക്കെ ആകുമ്പോൾ AI ബേസ്ഡ് നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ AI ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഈ ആസ്ട്രോളജി പോലത്തെ സംഭവങ്ങൾ ഒരു പക്ഷെ നമ്മളുടെ ടു മച്ച് AI പേഴ്സണൽ ലൈഫിലോട്ട് കൂടി വലിയ വലിയ രീതിയിൽ എൻ്റർ ചെയ്യുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ എന്താ പറയുക, എപ്പോഴും ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ അത് കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് കുഴപ്പമില്ല, നമ്മൾ മനസ്സിലാക്കാവുന്നല്ലോ. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അറിയാത്ത സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ എങ്ങനെ ബാധിക്കും എന്നുള്ള കൺസേണിന്റെ ബേസിലാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.